പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതം തന്നെയാണ് നിലവിലെ അവസ്ഥ. ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 12 പേരുൾപ്പെടെ 62 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രധാനമായും ഹമാസ് കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ വിശദീകരണം. വെടിനിർത്തലുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പരിഗണിക്കുന്നില്ല എന്ന് സാരം. ഖാൻ യൂനീസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന. അതിനിടെ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. 450 ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്നും പിടികൂടിയ പട്ടാളക്കാരിയുടെ വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിലുള്ളത്. ആക്രമണം തുടർന്നാൽ ബന്ദികളെ തീർക്കുമെന്ന വിലപേശലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത്. ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി സങ്കീർണമാകും. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമം. എന്നാൽ അതിന് ഇരട്ടിയിലധികം പ്രഹരമാണ് ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,717 അതായത് 1,00,000 അടുക്കുകയാണ്. വ്യാഴാഴ്ച 77 വെള്ളിയാഴ്ച 73 ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത്. ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുന്നു. കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ തടങ്കലിൽ വെച്ച നടപടിക്കെതിരെയും ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തി. ഗാസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യയുടെ പ്രതീകമാണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗാസയിലെ 27 ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ 137 ആക്രമണങ്ങൾ നടത്തിയതായി UN മനുഷ്യാവകാശ തലവൻ വോൾക്കർ തുർക്കും പറഞ്ഞു. അതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും 42 ദിവസം വീതമായിരിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഹമാസിനെതിരെയുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ഗാസയിലെ 2 ആശുപത്രികൾ കൂടി ഒഴിയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ബെയ്ത്ത് ലാഹിയയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയും ജബൈലയിലെ അൽ അവൈദ ആശുപത്രിയും ഒഴിയണമെന്നാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്നും UN ശക്തമായ താക്കീത് നൽകിയതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. ഗാസയിലെ 27 ആരോഗ്യ കേന്ദ്രങ്ങളിലായി ഇസ്രായേൽ 136 ആക്രമണങ്ങളാണ് നടത്തിയതെന്നും UN മനുഷ്യാവകാശ വിഭാഗത്തിന്റെ മേധാവി അറിയിച്ചു.